സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. 1 പത്രോസ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹ ആരാധനയിലും നടന്നു ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ദുർനടപ്പിൻ്റെ അതേ കവിച്ചിലിൽ ഏതാണ് ദുർനടപ്പ്? കാമാർത്തി കാണിക്കുന്നത്, അതുപോലെയുള്ള മോഹങ്ങൾ. എന്താണ്? പട്ടണങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിലും ഇപ്പോൾ അങ്ങനെയാണ്. ബൈക്കും എടുത്തുകൊണ്ട് ഡ്രൂന്നും പറഞ്ഞ് കറങ്ങിപ്പോകുന്നത് എന്തിനാണ്? പെൺകുട്ടികളുള്ള സ്ഥലത്ത് ചെന്നിട്ട് ഹായ് ഹൂയ് ഹൂയ് എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? അവർക്ക് സഹോദരിമാരില്ലാത്തതാണോ? അവർക്ക് അമ്മമാരില്ലേ? അന്യ പെൺകുട്ടികളെ, സ്വന്തം സഹോദരങ്ങളെ കാണാൻ കഴിയില്ലേ? ഒരു പണിയുമില്ലാത്തവർ, റോഡ് സൈഡിൽ പോയിരിക്കുന്നവർ, പാലത്തിൽ പോയിരിക്കുന്നവർ, ബൈക്കിന്മേൽ പോയിരിക്കുന്നവർ, മറ്റുള്ളവരെ ശല്യം ചെയ്യുന്നവർ, വഴക്കുണ്ടാക്കുന്നവർ, ആവശ്യമില്ലാതെ മറ്റുള്ളവരോട് സംസാരിച്ച് വഴക്കുണ്ടാക്കി അവരോട് തല്ലുകൂടുന്നതായ വ്യക്തികൾ, സിനിമയൊക്കെ കണ്ടിട്ട് അതുപോലെ ജീവിക്കാൻ ശ്രമിക്കുന്ന. സിനിമ എന്ന് പറഞ്ഞ വെറും കഥയാണ്. ചിത്രത്തിൽ കാണുന്നത് പോലെയൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അത് ചിത്രത്തിൽ കാണുന്നവർ ടെക്നിക്കലായിട്ട് ചെയ്ത് കാണിക്കുന്നതാണ്, എന്നാൽ അത് യഥാർത്ഥമല്ല. എന്നാൽ ഈ കാലത്തുള്ള മനുഷ്യർ അങ്ങനെയുള്ള കാര്യങ്ങളിൽപ്പെട്ട് അയൽപക്കത്തുകാരൻ്റെ ഭാര്യയെ നോക്കുന്നവൻ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? അത് കാമാർത്തിയാണ്. കാമാർത്തികളിലും മോഹങ്ങളിലും പണം വെച്ച് ചീട്ട് കളിക്കുന്നവർക്ക് എന്താഗ്രഹമാണ്? എന്താണ് അവരുടെ ആഗ്രഹം? ചീട്ട് കളിച്ചുകൊണ്ട്, നോക്ക്, ചീട്ട് കളിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ കോടീശ്വരനായി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയൂ, ആ വ്യക്തി ചീട്ട് കളിച്ചിട്ട് ഭിക്ഷക്കാരായി മാറിയ ആളുകളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ്? പന്തയം വെച്ച്, കോഴിപ്പന്തയം വെച്ച്, ചീട്ട് കളി കളിച്ച്, ഇപ്പോൾ ക്യാരം ബോർഡും ബെറ്റ് വെച്ച് കളിക്കുന്നുണ്ട്. രാത്രി മുഴുവൻ കളിക്കും. ഇരുന്നാൽ പിന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കത്തേ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് മാനസാന്തരപ്പെടുന്നതിന് മുൻപ് ഒരുപാട് കൈക്കൂലി വാങ്ങുമായിരുന്നു. കെട്ടുകണക്കിന് പണം കൊണ്ടുവരുമായിരുന്നു. പണം കിട്ടുന്ന ദിവസം എൻ്റെ പിതാവ് വീട്ടിൽ കാണില്ല, എവിടേക്കെങ്കിലും പോകും. അറിയാമോ? ക്ലബിലേക്ക്. എപ്പോൾ വരുമെന്നറിയാമോ? ഞങ്ങൾക്കറിയാം എപ്പോഴാണെന്ന് വെച്ചാൽ ആ പണം മുഴുവൻ തീരുന്നത് വരെ വീട്ടിലേക്ക് വരില്ല. ഇനിയും കിട്ടണമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പണമിട്ട് അവസാനം ഉള്ള പണമെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനായി നേരം വിളിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് കയറി വരുന്നത് കാണാം. അങ്ങനെയുള്ള വ്യക്തിയാണ് ദൈവം മാറ്റിയെടുത്തത്. എത്ര വലിയ ദൈവമാണെന്ന് ആലോചിച്ച് നോക്കൂ. വായിക്കുക. വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും. നിങ്ങൾ സിനിമ കാണുമോ? ദൈവമക്കൾക്ക് സിനിമ കാണാൻ കഴിയുമോ? ഒരു സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നവനൊക്കെയും ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ സിനിമയിൽ ദ്വയാർത്ഥത്തോടു കൂടിയതായ അശുദ്ധമായ പാട്ടുകളും അതുപോലെ സംസാരങ്ങളും അതുപോലെയുള്ള കലഹങ്ങളും കാമ, കോപ, ക്രോധ, വിദ്വേഷങ്ങൾ എല്ലാമുണ്ട്. അവയെല്ലാം നല്ല മേക്കപ്പ് ഒക്കെ കൊടുത്ത് നല്ല രസമുള്ളവരാക്കി ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ച് അത് വളരെ ആകർഷകമാക്കി കാണിക്കുകയാണ്. ഇതെല്ലാം പണം മുടക്കിപ്പോയി കണ്ടിട്ട് എന്ത് പഠിച്ചിട്ടാണ് വരുന്നത്? പറയൂ, എന്താണ് പഠിക്കുന്നത്? വെറിക്കൂത്തുകൾ. സിനിമ കാണില്ലെന്ന് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? കാണിച്ചു തന്നാൽ ഞങ്ങൾ കാണില്ല എന്ന് ഒരുത്തൻ പറഞ്ഞു. സിനിമ എന്ന വാക്ക് ബൈബിളിൽ ഇല്ല. എന്നാൽ നിങ്ങൾ നോക്കുക, ഇവിടെ എന്താണ് കാണുന്നത്? വെറിക്കൂത്ത് എന്നാണ് പറയുന്നത്. എവിടെയാണ് ഈ കൂത്ത്? നിങ്ങൾ ഭാര്യയും ഭർത്താവും വീട്ടിൽ ഡാൻസ് കളിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പിന്നെ സിനിമയിൽ ഇവർ ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ. കോളേജിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഡാൻസ് കളിച്ചാൽ പ്രിൻസിപ്പാൾ വെറുതെ ഇരിക്കുമോ? അവർ സമ്മതിക്കുമോ? മതിൽ ചാടിയാൽ സമ്മതിക്കുമോ? ഹോസ്റ്റലിൻ്റെ മതിൽ ചാടിയാൽ സമ്മതിക്കുമോ? പിന്നെ കോളേജിൽ കുട്ടികളെല്ലാം എന്തുകൊണ്ടാണ് ഡാൻസ് കളിക്കുന്നത്? എന്താണ്? അത് വെറിക്കൂത്താണ്. ഒറ്റയടിക്ക് 10 പേർ അവിടെ വീണു പോകാൻ ഇടയാകും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് വാസ്തവമാണോ? ഫിക്ഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് സാങ്കല്പികമായ കാര്യങ്ങളാണത്. സാങ്കല്പികമാണ്. ദർ ഈസ് നോ റിയാലിറ്റി. വാസ്തവം അല്ല. ഇന്ന് അത് കണ്ടിട്ട് അനേകം ആളുകൾ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നതിന്, അനുജനെ തല്ലുന്നതിന്, കൂട്ടുകാരെ തല്ലുന്നതിന്, അപ്പനെ തല്ലുന്നതിന്, അമ്മയെ തല്ലുന്നതിന് മുതിരുന്നു. അതുകൊണ്ട് വെറിക്കൂത്തുമായി നമുക്ക് യാതൊരു ബന്ധവും കാണരുത്. സിനിമാ ഹാളിൽ ഇരുട്ടാണോ അതോ വെളിച്ചമാണോ? എന്താണ്, ലൈറ്റ് ഇട്ടിട്ടാണോ സിനിമ കാണിക്കുന്നത് അതോ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണോ?
നമ്മൾ ആ സ്ക്രീനിൽ ചെന്ന് ആളുകളെ പിടിക്കാൻ ചെന്നാൽ അവിടെ കാണുമോ ആളുകൾ യഥാർത്ഥമായവർ? അത് യഥാർത്ഥമാണോ? അല്ല. എന്താണത്? അത് ഇരുണ്ട സ്ഥലമാണ്. ഒരു പ്രാവശ്യം പിശാചിനെ ഒഴിപ്പിക്കുകയാണ്, യേശുവിന്റെ നാമത്തിൽ പോകൂ. എവിടെ നിന്നാണ് വന്നത്? അപ്പോൾ പറയുന്നു കല്യാണി തിയേറ്ററിൽ നിന്നാണ് എന്ന്. എങ്ങനെയാണ് പിടിച്ചത്? തിയേറ്ററിൽ നിന്നാണ് പിടിച്ചതെന്ന്. എന്താണ്? ഇരുട്ടിന് സംബന്ധിച്ചുള്ളത്, ദുരാത്മാക്കളുള്ള അപവിത്രമായ സ്ഥലമാണത്. ദയവ് ചെയ്ത് അങ്ങനെയുള്ളിടത്ത് പോകരുത്. ഞങ്ങൾ കാണില്ല. ദൈവകൃപയാൽ ഞങ്ങൾ സിനിമ കാണാനെല്ലാം ഉപേക്ഷിച്ചവരാണ്. അപ്പോൾ അടുത്തു നിന്ന് ഒരു കൊച്ചുകുട്ടി പറയാനിടയായി, ടി വിയിൽ വരുന്നുണ്ടല്ലോ. സിനിമാ ഹാളുകളിൽ പോകേണ്ട കാര്യമില്ലാതെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ സിനിമാ ഹാൾ വെച്ചിരിക്കുകയാണ്. ടി വിയിൽ ദൈവത്തിൻ്റെ വചനമൊക്കെ കേട്ടിട്ട് പിന്നീട് ഒന്നിനും കൊള്ളാത്ത കാര്യങ്ങൾ കാണുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം നിന്റെ മനസ്സിൽ നിൽക്കുകയില്ല. ഒരു ഗ്ലാസ് നിറയെ പാലെടുത്തിട്ട് അതിൽ അല്പം വിഷമിട്ട് കുടിച്ചാൽ അത് വിഷമാണോ പാലാണോ? 2 തുള്ളിയല്ലേ ഉള്ളൂ. എന്താണ് അത്? എന്തായി മാറിയിരിക്കുന്നു? വിഷമായി മാറിയിരിക്കുന്നു. കാലത്ത് വെറിക്കൂത്തുകൾ കാണുന്നതിനു വേണ്ടി മനുഷ്യർ ഈ ടി വിയുടെ മുൻപിൽ വന്ന് ഇരുന്നു കൊണ്ട് തീറ്റയും കുടിയും ഒക്കെ ഉപേക്ഷിച്ച്, അത് ഉപേക്ഷിക്കത്തില്ല. ചില ആളുകൾ തീറ്റയും കുടിയും എല്ലാം തന്നെ ടി വിയുടെ മുൻപിൽ തന്നെ ആണ്. ടി വിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് തിന്ന് ശരിയല്ലേ? കഴിക്കുന്ന വ്യക്തി ഭക്ഷണം കഴിക്കുമ്പോൾ അത് ആസ്വദിച്ചുകൊണ്ട് കഴിക്കണം. പഴയ കാലങ്ങളിൽ ആഹാരം അങ്ങനെയാണ് അവർ കഴിച്ചുകൊണ്ടേയിരുന്നത്. ഭക്ഷണം വാരിയിട്ട് നല്ലവണ്ണം ചവച്ചരച്ച് നല്ല ആസ്വദിച്ചാണ് കഴിച്ചത്. അങ്ങനെ കഴിച്ചുകൊണ്ട് നല്ലവണ്ണം ദഹിക്കുമായിരുന്നു, ആരോഗ്യം ലഭിക്കുമായിരുന്നു. ഇപ്പോൾ എന്താണ്? അങ്ങോട്ട് നോക്കിക്കൊണ്ട് എന്തൊക്കെയോ വാരി വലിച്ചു തിന്നുന്നു. വയറ് നിറയുന്നത് നിനക്കറിയില്ല, വെറുതെ വാരി വലിച്ചങ്ങനെ കഴിക്കുകയാണ്. വയറ് ബലൂൺ പോലെ ആയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഹാ 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 എന്ന് ചിരിക്കുമ്പോൾ കാറ്റ് അതുവഴി ഇറങ്ങിപ്പോകുന്നു. എനിക്ക് ഗ്യാസ് ട്രബിൾ ആണ്, അസിഡിറ്റി പ്രോബ്ലം ആണ്, പാസ്റ്ററെ ദയവ് ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ അടുക്കലേക്ക് വരും. എന്താണ്? നാം തന്നെ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. നാം ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല, ചെയ്യരുതാത്ത കാര്യങ്ങളെല്ലാമാണ് ചെയ്യുന്നത്. ഒരു പായൊക്കെ വിരിച്ചിട്ട് തറയിൽ ഇരുന്നു കൊണ്ട് ഇലയിൽ ഭക്ഷണമൊക്കെ ഇട്ട് കഴിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. നെയ്യമ്പക്കമൊക്കെ വിട്ട് എഴുന്നേറ്റിട്ട് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ പുതിയ ബലത്തോടെ എഴുന്നേറ്റ വ്യക്തികളാണ്. ഇപ്പോൾ അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് രാത്രി കിടക്കും. അയ്യോ ഉറക്കം വരുന്നില്ലേ, ഉറക്കം വരുന്നില്ലേ, ഉറക്കം വരുന്നില്ലേ. പിന്നെ രാവിലെ എഴുന്നേറ്റാൽ പിന്നെ തലവേദനയായി, തലകറക്കം, അങ്ങനെ ഷുഗർ കൂടിയിരിക്കുന്നു, അയ്യോ BP വന്നിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ വഴക്ക് തുടങ്ങുകയാണ് വീട്ടിൽ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുവാൻ പഠിക്കുക. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ ദൈവവചനം വായിക്കുവാൻ വേണ്ടി നിങ്ങൾ പഠിക്കുക. നിന്റെ ഇഷ്ടമനുസരിച്ച് നീ ജീവിച്ചാൽ, നിന്റെ ശരീരത്തിന് ദൈവത്തിൻ്റെ ആലയമെന്നുള്ള വില കൊടുത്തില്ലെങ്കിൽ, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആരെങ്കിലും ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിച്ചാൽ ഞാൻ അവനെയും നശിപ്പിക്കും. ഞാൻ നശിപ്പിക്കുന്നു പറയുമ്പോൾ ദൈവം അങ്ങനെ നശിപ്പിക്കുമെന്നല്ല, ദൈവം വിട്ടുകളയും. ദൈവം വിട്ടുകളഞ്ഞാൽ പിന്നെ എന്താണ്? നമ്മൾ നശിച്ചു പോകും. മുടിയനായ പുത്രൻ വീട് വിട്ടിറങ്ങിയിട്ട് മദ്യപിച്ച് ചീട്ട് കളിച്ച് കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും മദ്യപാനികളുടെ വിരുന്ന് സൽക്കാരം. ഞാൻ എത്രയോ നാടുകളിൽ പോയിട്ടുണ്ട്. ഏത് നാട്ടിലെങ്കിലും ഞങ്ങളുടെ ഗ്രാമത്തിൽ മദ്യപാനികളില്ല എന്ന് കേൾക്കുവാൻ ഞാൻ വളരെ ആഗ്രഹിക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ മദ്യപാനികൾ ഉണ്ട് എന്ന് പറയുന്നവർ കൈ ഉയർത്തിക്കാട്ടെ. അതാ നോക്കൂ, മറ്റെവിടെയുമല്ല, ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. എല്ലാ വീട്ടിലും ഒരു വ്യക്തി എന്ന രീതിയിൽ മദ്യപാനികൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ. ഒരു വീട്ടിൽ ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ പിന്നെ വീട് മുഴുവൻ ആനന്ദമാണല്ലോ, എല്ലാവർക്കും സന്തോഷമാണല്ലോ, വീട്ടിൽ നിറയെ ആനന്ദമാണല്ലോ, അല്ലേ? അങ്ങനെയുള്ള ഒരാളുണ്ടായാലും മതി, വീട്ടിലുള്ളവർക്കെല്ലാം പിന്നെ വിഷമവും ദുഃഖവും ഭയവും. യൗവനക്കാരായ മക്കള് കോളേജിൽ പോകുന്ന സമയത്ത് മറ്റൊരു ചോദിക്കും, ഇതാരാണ്? മദ്യപാനിയുടെ മക്കളാണെന്ന് പറയുമ്പോൾ അവർക്ക് എത്രമാത്രം സങ്കടമുണ്ടാവും, ആ പെൺകുട്ടിക്ക് എത്ര ദുഃഖമുണ്ടാകും. എൻ്റെ അപ്പൻ കുടിയനാണല്ലോ, കഴിഞ്ഞ ദിവസം റോഡിൽ വീണ് കിടക്കുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ ആ മകൾക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകും. എത്ര ദയനീയമായൊരു അവസ്ഥയാണിത്. വിവാഹം കഴിഞ്ഞിട്ടും മദ്യപാനം ചെയ്യുന്നത്, മക്കളുണ്ടായിട്ടും മദ്യപാനം ചെയ്യുന്നത്, ഭാര്യയെ വിഷമിപ്പിക്കുന്നത്, മദ്യപിച്ചിട്ട് മാതാപിതാക്കന്മാരെ ഉപദ്രവിക്കുന്നവർ, മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്ന ആളുകൾ, അതുപോലെ മാതാപിതാക്കളുടെ അടുത്ത് നിന്നുള്ള പണമെല്ലാം ബലം പ്രയോഗിച്ച് വാങ്ങുന്നത്. ഇത്ര ദയനീയമാണ് മദ്യപന്മാരുടെ അവസ്ഥ. ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം ഇതാണ്, മദ്യപാനികൾ ഒരിക്കലും ഒറ്റയ്ക്ക് മദ്യപിക്കില്ല. അവർക്ക് കമ്പനി വേണം, അതിൽ കൂട്ടുകൂടി മാത്രമേ അവർ മദ്യപിക്കാറുള്ളൂ എന്നത്.
മദ്യപാനം ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന വ്യക്തികളോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് സ്നേഹിതന്മാർ ഉണ്ടോ? അപ്പോൾ ഉണ്ടെന്ന് പറയും. ഏറ്റവും ആദ്യം നിങ്ങളുടെ കുടിയന്മാരായ കൂട്ടുകാരെ ഒഴിവാക്കിയാൽ ദൈവം നിന്നെ സഹായിക്കാനിടയാകും. എന്താണ്? ദുർമാർഗിയായ ഒരു വ്യക്തി അവരുടെ കൂട്ടുകാരെ മുഴുവൻ നശിപ്പിക്കാനിടയാവും. മദ്യപിക്കാൻ വിളിക്കുമ്പോൾ, എടാ എൻ്റെ കയ്യിൽ ഇന്ന് പണമില്ല, ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റേ കൂട്ടുകാരൻ എന്ത് പറയുമെന്ന് അറിയാമോ? ഞാൻ വാങ്ങിത്തരാമടാ, ബാക്കി കാര്യം നമുക്ക് പിന്നെ നോക്കാം, വാ എന്ന് പറയും. എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമുണ്ടല്ലോ, ഞാൻ വാങ്ങിത്തരാം, നിൻ്റെ കയ്യിൽ പണമുള്ള സമയത്ത് നീ വാങ്ങിച്ചുകൊള്ളൂ. ഞാൻ മദ്രാസിൽ മദ്യപാനികളുടെ മധ്യത്തിലായിരുന്നു ദൈവവേല ചെയ്തുകൊണ്ടിരുന്നത്. എത്ര മദ്യപാനികളെ ദൈവം മാറ്റിയെന്ന് അറിയാമോ? ആ കാലത്ത് എത്രയോ പേർ അവർ മദ്യപാനം ഉപേക്ഷിച്ചിട്ട് ഈ ദിവസം മക്കളും കുടുംബമായി സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ച് സ്വന്തം വീടുകളൊക്കെ വെച്ച്, ഒരു കാലത്ത് മദ്യപിച്ച് റോഡിൽ കിടന്നിരുന്ന അനേകം ആളുകൾ ഇന്ന് ബൈബിളൊക്കെ എടുത്ത് കുടുംബമായി സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചു വരുന്നുണ്ട്. മദ്യപാനികളുടെ അവരുടെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന മറ്റും മദ്യപാനം മനുഷ്യന് ദോഷം ചെയ്യുന്നു. സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം. ആർക്കു കഷ്ടം, ആർക്കു സങ്കടം, ആർക്കു കലഹം, ആർക്കു ആവലാതി, മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്ക് തന്നെ. നിങ്ങളുടെ വീട്ടിലെ മദ്യപാനികളോട് അവർ കുടിക്കാതിരിക്കുന്ന സമയത്ത് ഇത് വായിച്ചു കേൾപ്പിക്കണം. കുടിച്ചിരിക്കുമ്പോൾ ഒരിക്കലും പറയരുത്. കുടിക്കാതിരിക്കുമ്പോൾ അവർ പൂച്ചക്കുട്ടിയെ പോലെ ആയിരിക്കും. മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ സിംഹം പോലെയാണ്. കുടിക്കാതിരിക്കുമ്പോൾ സ്നേഹത്തോടെ പോയി സംസാരിക്കണം. നോക്ക്, എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ദൈവത്തിന്റെ വചനത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത് വായിച്ചു കേൾപ്പിക്കുക. പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കാനിടയാകും. സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം 29-ാം വാക്യം. ആർക്കു കഷ്ടം, ആർക്കു സങ്കടം, ആർക്കു കലഹം, ആർക്കു ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്, വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. നിന്റെ വീട്ടിൽ മദ്യപാനികൾ ഉണ്ടെങ്കിൽ, പുകവലിക്കാർ ഉണ്ടെങ്കിൽ, സിനിമ ഭ്രാന്തുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, വെറിക്കുത്തുമായി നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഇപ്പോൾ പുതിയ പുതിയ രീതികളാണ് വരുന്നത്. മയക്കുമരുന്ന് ഇഞ്ചക്ഷൻ ചെയ്യുകയാണ്, മയക്കുമരുന്നുകളും മറ്റും ഉപയോഗിക്കുകയാണ്. അതുപോലെ കഞ്ചാവ് വലിക്കുന്നവരുണ്ട്. മനുഷ്യനെ ദൂഷിപ്പിക്കുന്ന കാര്യങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങൾ ഈ കാലത്ത് ഒരുപാടുണ്ട്. മദ്രാസിലൊരു പയ്യനിങ്ങനെ അത് വായിൽ വെച്ചിട്ട് കല്യാണം കഴിച്ചു, കുഞ്ഞുങ്ങൾ ജനിച്ചില്ല. ഡോക്ടർമാർ പറഞ്ഞ രക്തം മുഴുവൻ ഇൻഫെക്ഷൻ ആയിരിക്കുകയാണ്, കുഞ്ഞുങ്ങൾ ജനിക്കില്ല എന്ന്. പാവം, ആ ഭാര്യയുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. എന്താണ്? അത് ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അവൻ ഉപേക്ഷിക്കല്, വീണ്ടും അവൻ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ 35 വയസ്സുണ്ട്, കണ്ടാൽ 40-45 വയസ്സ് തോന്നും. ഒരു ജോലിയും അവന് ചെയ്യാൻ കഴിയില്ല, കൈയും കാലും എപ്പോഴും വിറച്ചുകൊണ്ടേയിരിക്കുന്നു. നടക്കുവാൻ അവന് കഴിയില്ല. 37 വയസ്സേ ഉള്ളൂ പ്രായം. സൂക്ഷിക്കുക, നിന്റെ ശരീരത്തെ നീ നശിപ്പിക്കരുത്. നിനക്ക് ദൈവം നല്ല ആരോഗ്യം നൽകുവാൻ ഇടയായി. നിനക്ക് സൗന്ദര്യമുള്ള ശരീരം ദൈവം നൽകി. നിന്റെ ശരീരത്തെ നിനക്ക് വാങ്ങാൻ കഴിയില്ല. എഴുന്നേറ്റ് നിൽക്കൂ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. നിനക്ക് നഷ്ടപ്പെട്ട ശാന്തിയും സമാധാനവും നിനക്ക് നൽകണമെന്ന്, നിനക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം നിനക്ക് നൽകണമെന്ന്, നിന്റെ ദുശീലങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കണമെന്ന്, നിന്റെ ജീവിതം മാറ്റണമെന്ന്, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തരണമെന്ന് ആഗ്രഹിച്ചു കർത്താവ് നമ്മുടെ നടുവിൽ സഞ്ചരിക്കുന്നു. ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. എത്ര കാലം നീ ഒളിച്ചു നടക്കും? എത്ര കാലം ഇങ്ങനെ പാപം ചെയ്ത് ജീവിക്കും? ഇത്ര വലിയ രക്ഷയെ ഞങ്ങൾ ഗണ്യമാക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ഭയങ്കരമായൊരു ന്യായവിധിയുണ്ട്, അഗ്നിയുണ്ട്, ഗന്ധകം കത്തുന്ന നരകമാണത്. ശാശ്വതമായ ജീവൻ മരണത്തിൻ്റെ ശേഷമാണ് നമുക്ക് ഉള്ളത്. ഈ സമയത്ത് ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ, നിന്റെ തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ, ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നതിന് വേണ്ടി, നിനക്ക് വേണ്ടി ഒരു വൻ കാര്യം ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നിന്റെ കണ്ണുനീർ തുടച്ച്, നിന്റെ മുറിവുകളെ കെട്ടി, നിന്റെ കുടുംബത്തെ പണിയാൻ, നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച്, നിന്റെ വരുമാനത്തെ അനുഗ്രഹിച്ച്, നിന്നെ സംതൃപ്തിയുള്ളവനാക്കി മാറ്റാൻ, നിനക്ക് സമാധാനമുള്ള ഹൃദയം നൽകുന്നതിന് വേണ്ടി, നീ സംതൃപ്തിയുള്ളവനായി ജീവിക്കുന്നതിനായി ഒരു വൻ കാര്യം നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കർത്താവേ, ഞാൻ തെറ്റ് ചെയ്യാനിടയായി, ഞാൻ പാപം ചെയ്യാനിടയായി, ഞാൻ പാപമായ കാര്യങ്ങൾ കാണുവാനിടയായി, വ്യർത്ഥമായ ദുശീലങ്ങൾക്ക് ഞാൻ അടിമയായി മാറിയിരിക്കുന്നു. ഈ മദ്യപാന ആസക്തിയിൽ നിന്ന് എന്നെ വിടുവിക്കുമാറാകണമേ. ഈ ദിവസം എൻ്റെ ഹൃദയത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണമേ.
നിന്റെ കാൽവരി രക്തത്താൽ എന്നെ കഴുകണമേ. എല്ലാ വ്യക്തികളും വായ് തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരു തവണ ഞങ്ങളെ നീ ഒന്ന് ദർശിക്കണമേ. ഞങ്ങളുടെ യൗവനക്കാർക്ക് നീ മാനസാന്തരം കൊടുക്കണമേ. അവർക്ക് നീ രക്ഷ കൊടുക്കണമേ. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. കോളേജിൽ പഠിക്കുന്ന യൗവനക്കാരെ എല്ലാം നീ സംരക്ഷിക്കുമാറാകണമേ. അവരുടെ പഠനത്തോടൊപ്പം നിന്റെ വചനവും പഠിക്കുന്നതിന് വേണ്ടി നിന്നോട് പാപം ചെയ്യാത്തവരായി അവരുടെ ഹൃദയത്തിൽ നിന്റെ വചനം നിറയ്ക്കുവാൻ വേണ്ടി നീ അവരെ സഹായിക്കണമേ. അവരുടെ കണ്ണുനീർ തുടയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയവേദനയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പാപബന്ധനത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മറക്കാൻ പറ്റാത്ത ദിവസമായി മാറുവാൻ ഒരു രക്ഷാ ദിനമാക്കി നീ മാറ്റണമേ. ഒരു അഭിഷേകത്തിന്റെ ദിവസമാക്കി മാറ്റണമേ. നിന്റെ രക്ഷയുടെ ദിവസമാക്കി നീ മാറ്റണമേ പിതാവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ